ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബെസ്റ്റ് എവർ ക്യാരറ്റ് പൈനാപ്പിൾ കേക്കാണ്. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. അതിന് എടുത്തിരിക്കുന്നത് 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 2 ടീസ്പൂൺ സിനമൺ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ സോൾട്ട്. ഇത്രയും ഇട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് ഞാൻ മാറ്റിവെക്കുകയാണ്. ഇനിയും ഞാൻ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. അതിന് ഈ ബൗളിലേക്ക് 1.5 കപ്പ് ഷുഗർ, 1 കപ്പും പിന്നെ 1/3 കപ്പ് 1 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം, വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. 3 മുട്ട. ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം, ഒരു ലൈറ്റ് യെല്ലോ കളർ ആകുന്നത് വരെ. ഇത് ഞാനൊരു 3 മിനിറ്റോളം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ലൈറ്റ് യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് ഒഴിക്കുകയാണ്. ഇനിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്തുള്ളൂ. ഇനി കേക്ക് മിക്സിലേക്ക് വാൽനട്ടും റൈസിൻസും ചേർക്കുന്നുണ്ട്. അതിന് ഈ ബോളിൽ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വാൽനട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് ബ്ലാക്ക് റൈസിൻസുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം അത് നമ്മൾ കേക്കിൽ ചേർത്ത് കഴിയുമ്പോൾ അത് അടിയിലേക്ക് താന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. വാൽനട്ടിന് പകരം പീക്കാൻസ് ഉണ്ടെങ്കിൽ അത് വേണമെന്ന് ഒരിക്കലും ചേർക്കാം. ഇനിയും ഈ കേക്ക് മിക്സിൽ ചേർക്കുന്നത് 5 കപ്സ് ഓഫ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണ്. അര കപ്പ് പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, റൈസിൻസ് ആൻഡ് വാൽനട്ട് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കണം. കേക്ക് ബേക്ക് ചെയ്യുന്നതിന് ഞാൻ എടുത്തിരിക്കുന്നത് 9 ഇഞ്ച് ബൺ പാനാണ്. ഇത് നന്നായിട്ട് ബട്ടർ പുരട്ടി ഓൾ പർപ്പസ് ഫ്ലവർ ഡസ്റ്റ് ചെയ്തതാണ്. ഇനിയും ഇത് 1 മണിക്കൂർ 350 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ടൂത്ത്പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നിടം വരെ. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞു. 60 മിനിറ്റ് ആണ് ഓവനിലിരുന്നത്. പുറത്തെടുത്ത് വെച്ച് കേക്ക് റാക്കിൽ വെച്ചിട്ട് 20 മിനിറ്റ് എങ്കിലും തണുത്തിട്ട് വേണം ഇത് മറിച്ചിടാനായിട്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ കേക്കാണിത്. റാക്കിലിരുന്ന് തണുക്കുന്ന സമയത്ത് ഞാൻ സ്വല്പം ഐസിങ് ഇതിനുണ്ടാക്കുകയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഔൺസ് 1/4 കപ്പ് ക്രീം ചീസ്, 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ, 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ, 1/2 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ്. ഇനിയും ചേർക്കേണ്ടത് മിൽക്കാണ്. ഞാനത് 1 ടീസ്പൂൺ വീതം ആണ് ആദ്യം ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മിൽക്കാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ലിക്വിഡായിട്ട് വേണമെന്ന് വരികിൽ ആവശ്യത്തിനനുസരിച്ച് പാല് ചേർക്കുക. ഈസ്റ്ററിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിസേർട്ടാണ് ഈ ക്യാരറ്റ് കേക്ക്. ഈ റെസിപ്പിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരു റെസിപ്പി നിങ്ങൾ അന്വേഷിക്കുകയില്ല.